നമസ്കാരം. മോഡേൺ മെഡിസിനിൽ ഒരുപാട് മരുന്നുകളുണ്ട്. അതായത് ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലേഴ്സ്, വേദനയ്ക്കുള്ള മരുന്ന്, നീര് കുറയാനുള്ള മരുന്ന്, പിന്നെ അതുകൂടാതെ ഓരോ അവയവത്തിന് ഹാർട്ടിനുള്ള മരുന്ന്, കിഡ്നിക്കുള്ള മരുന്ന്, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ആൻറ്റിബയോട്ടിക് മാത്രം കോമ്പിനേഷൻ ഇല്ലാതെ 71 ആൻറ്റിബയോട്ടിക് മാത്രമുണ്ട്. അപ്പോൾ എല്ലാ മെഡിസിനിലും അതിൽ ഒരു മെഡിസിനാണ് സ്റ്റീറോയിഡ്. സാധാരണ സ്റ്റീറോയിഡ് അങ്ങനെ പെട്ടെന്ന് തുടങ്ങുന്ന കൂട്ടത്തിലുള്ള മെഡിസിൻ അല്ല. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വീഡിയോയിൽ ENT റിലേറ്റഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ENTയിൽ സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്ന ചുരുക്കമാണ്. പക്ഷേ ENTയിൽ സ്റ്റീറോയിഡ് യൂസ് ചെയ്യണം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റീറോയിഡ് മാത്രമായിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് എത്ര പെട്ടെന്ന് അസുഖം തുടങ്ങി എത്ര പെട്ടെന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ടൊരു ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര പെട്ടെന്ന് തുടങ്ങുകയും വേണം. ഇപ്പോൾ സ്റ്റീറോയിഡ് ഡേഞ്ചർ എന്ന് പറയാൻ കാര്യം ഒരു ഡബിൾ എഡ്ജ് സോഡ് പോലെയാണ്, വാള് പോലെയാണ്, രണ്ട് സൈഡും കട്ട് ചെയ്യുന്നൊരു വാള് പോലെ. അതായത് എങ്ങനെ എടുത്താലും അത് ഡാമേജ് ഉണ്ടാക്കും. അതായത് അതിൻ്റെ എഫക്റ്റും ഉണ്ട്, അതിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ട്. എഫക്റ്റ് എങ്ങനെ വരുന്നു അതുപോലെ അതിൻ്റെ സൈഡ് എഫക്റ്റും വരും തന്നെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ സ്റ്റീറോയിഡ്സിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ പിക്ചറും കൂടെ നോക്കിക്കോണം, ഞാൻ ഓരോന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് ഡോക്ടർ സ്റ്റീറോയിഡ് ENT റിലേറ്റഡ് ആയിട്ട് ഒരു 10, 15, 20 ദിവസത്തേക്ക് എഴുതത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിർത്തുകയും ചെയ്യും. അത് ഇഞ്ചക്ഷൻ ആവാം, ടാബ്ലറ്റ് ആവാം, മിക്കവാറും ടാബ്ലറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രഷറും ഷുഗറും ഉള്ളവർക്ക് പ്രഷറും ഷുഗറും കൂടും. പ്രഷറും ഷുഗറും ഇല്ലാത്തവർക്ക് ഒരു ബാധം വരത്തില്ല. പക്ഷെ അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അച്ഛനും അമ്മയും പ്രഷറും ഷുഗറും ഉള്ളത് കൂട്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ പ്രഷറും ഷുഗറും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രഷറും ഷുഗറും കൂടും. ഈ രണ്ട് സൈഡ് എഫക്റ്റ്. അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഇതാണ് 3 മെയിനായിട്ടുള്ള സൈഡ് എഫക്റ്റ്. ബോൺ വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ സൈഡ് എഫക്റ്റ് മാസങ്ങളോടും കഴിക്കുമ്പോഴാണ്. വേറെ ENT അല്ലാതെ വേറെ ചില കണ്ടീഷനിൽ മാസങ്ങളോടും എടുക്കണം. അപ്പോഴാണ് ബോണൊക്കെ വീക്ക് ആവുന്നത്. സാധാരണയായിട്ട് 20 ദിവസം കഴിക്കുമ്പോൾ അങ്ങനെ ബോൺ വീക്ക് ആവാറില്ല. പിന്നെ കണ്ണിൽ പ്രഷർ കൂടും, ഗ്ലൂക്കോമ എന്ന് പറയും. പ്രത്യേകം തരം ഒരു കാറ്ററാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റീറോയിഡ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് മൂഡ് ചേഞ്ച് ഉണ്ടാവും. ഒരു ഇറിറ്റബിൾ മൂഡായിരിക്കും, ഉറക്കവും നോർമൽ ആയിരിക്കത്തില്ല. ദേഹത്ത് വെയിറ്റ് കൂടും, കാലിൽ നീരുണ്ടാവും. കാല് നീരും വെയിറ്റ് കൂടുമ്പം ഫേസ് നീര് വരുമ്പം ഒരു റൗണ്ട് ഫേസ് പോലെ തോന്നും. പിന്നെ കൈയും കാലിലും ഒരു ചെറിയൊരു അടയാളം പോലെ വരും. ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഫീമെയിൽസിൽ പീരിയഡ്സ് ഉള്ള ഫീമെയിൽസ്, ആ ഏജ് ഗ്രൂപ്പുള്ളവർക്ക് പീരിയഡ്സ് നോർമൽ ആയിരിക്കത്തില്ല. ഇതൊക്കെയാണ് സൈഡ് എഫക്റ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റീറോയിഡ് എടുക്കാതിരിക്കാൻ വേറെ വഴിയില്ല, എടുത്തേ പറ്റൂ. ഇപ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ 3 ദിവസവും നിങ്ങളുടെ ഫാമിലി ഫിസിഷ്യനെ പോയി കാണണം. സ്റ്റീറോയിഡ് തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞു വെക്കുകയും വേണം. എല്ലാ 3 ദിവസവും പോയി കാണുകയും വേണം. എന്തിനാ? നിങ്ങളുടെ പ്രഷറും ഷുഗറും ബ്ലഡ് പ്രഷറും ചെക്ക് ചെയ്യാൻ വേണ്ടി. ചെക്ക് ചെയ്ത് അഥവാ കൂടുതലാണെങ്കിൽ ആ ഫിസിഷ്യൻ അതിൻ്റെതായ ടാബ്ലറ്റിൻ്റെ ലെവൽ കൂട്ടും. പേടിക്കണ്ട. ഇത് 20 ദിവസത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞ ഉടനെ ബ്ലഡ് ഷുഗറും BP-യും ബ്ലഡ് പ്രഷറും കുറയുകയും ചെയ്യും. ആ മരുന്നിൻ്റെ അളവും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ഗ്ലോക്കോമ, കണ്ണിൻ്റെ പ്രഷർ കൂടുതലുണ്ടെങ്കിൽ മരുന്ന് തുടങ്ങുന്ന മുമ്പേ തന്നെ നിങ്ങൾ ഒരു ഒഫ്താൽമോളജിസ്റ്റ്, കണ്ണിൻ്റെ ഡോക്ടറിനെ കണ്ട് കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്ത് ഇത്രയും ഡോസ് മരുന്ന് കഴിക്കാവൂന്ന് ചോദിച്ചിട്ടേ സ്റ്റീറോയിഡ് തുടങ്ങാവൂ. ഇനി ആസിഡിറ്റി വരാതിരിക്കണമെങ്കിൽ ഈ സ്റ്റീറോയിഡ് മരുന്ന് ആഹാരം കഴിച്ചിട്ടേ കഴിക്കാവൂ, നിർബന്ധം. ഒന്നും കഴിച്ചില്ലെങ്കിൽ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. കഴിച്ചിട്ടേ കഴിക്കാവൂ. ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ, ലഞ്ച് ആവട്ടെ, ഡിന്നർ ആവട്ടെ. ഫുഡ് കഴിക്കുന്ന അരമണിക്കൂർ മുന്നേ
ആസിഡ് കൂടാതിരിക്കാൻ വേണ്ടി ആൻറ്റാസിഡോ അസിഡിറ്റി പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഓമിപ്രസോൾ പാൻറ്റപ്രസോൾ അത് ആഹാരത്തിന് അരമണിക്കൂർ മുന്നേ കഴിക്കുകയും വേണം. ഫുഡ് കറക്റ്റായിട്ട് കഴിക്കുകയും വേണം. വെള്ളം കൂടുതൽ കുടിക്കണം. ഓയിലി ഫുഡ്സ് കുറയ്ക്കണം. എരിവുള്ള ഫുഡ്സ് കുറയ്ക്കണം. വെജിറ്റബിൾസ് കൂടുതൽ എടുക്കണം. ഫ്രൂട്ട്സ് കൂടുതൽ എടുക്കണം. നിങ്ങൾ നോക്കിക്കണം, പ്രഷർ ഷുഗർ ഉണ്ടെങ്കിൽ അതും അനുസരിച്ച് വേണം ചെയ്യാൻ. മുറിവ് എല്ലാം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങത്തില്ല. അപ്പോൾ ഇത്രയും സൈഡ് എഫക്റ്റ് പറഞ്ഞു. ഇത് കഴിക്കണം. ബിക്കോസ് ഈ ഇത്രയും സമയത്തിനുള്ള അസുഖം തുടങ്ങി ഒരു 10 ദിവസത്തിനകത്ത് കഴിച്ചില്ലെങ്കിൽ ആ അസുഖം ENT റിലേറ്റഡ് അസുഖം പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ഉണ്ടാക്കിയാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടത്തില്ല. അപ്പം അത് സൈഡ് എഫക്റ്റ് എത്ര കുറയ്ക്കാൻ പറ്റുമോ അതാണ് ആ വഴിയാണ് പറഞ്ഞു തന്നത് ഞാൻ. അപ്പോൾ ഇത്രയും ബാക്കിയുള്ള കൊച്ചു സൈഡ് എഫക്റ്റ്, ആ വെയിറ്റ് കൂടുന്നതും ഹെയർ ഫോൾ ഉള്ളതും അതെല്ലാം തന്നെത്താൻ നോർമലാവും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നിർത്തുമ്പോൾ, ഇതിൻ്റെ മരുന്ന് നിർത്തുമ്പോൾ. നമസ്കാരം.